ഹായ് ഹലോ നമസ്കാരം. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാലേ ഈ പണം കായ്ക്കുന്ന മരമായാലും പൊരക്ക് ചാഞ്ഞാൽ വെട്ടണമെന്നാണല്ലോ പണ്ടത്തെ കാരണവന്മാര് പറഞ്ഞേക്കുന്നത്. ആ ഒരു പോളിസി അങ്ങോട്ട് ഏറ്റെടുത്തിട്ടേ ആ പരിപാടി അങ്ങ് നടത്തിയേക്കാന്ന് വെച്ചു. അതായത് കനക കായ്ക്കുന്ന മരമാണെങ്കിലും പെരക്ക് ചാഞ്ഞാൽ വെട്ടണം എന്നുള്ള ആ ഒരു സിദ്ധാന്തം അങ്ങോട്ട് ഏറ്റെടുത്തേക്കണോ സാട്ടെന്ന്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോ വലിയ മഴയോ കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയൊരു തോർച്ചയുണ്ട്, വലിയ വെയിലൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ചെറിയൊരു തെളിച്ചുകൊണ്ട് ചെറിയ തണുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് പിള്ളേര് പറഞ്ഞ ഭയ്യ സ്യൂട്ട് റൂമിന്റെ പുറയിലേക്കാണ് ആ മുളയൊക്കെ ചാഞ്ഞ് ചാഞ്ഞ് ഷീറ്റിന്റെ മുകളിലേക്കാ വന്നെ. അതിനി മഴ പെയ്ത് കഴിഞ്ഞ് ഒടിഞ്ഞ് മുകളിലേക്ക് ചാടി കഴിഞ്ഞാൽ വെട്ടല് ഭയങ്കര പണിയാണ്, നമുക്കത് വെട്ടി മാറ്റണ്ടേന്ന് ചോദിച്ചു. അപ്പൊ എന്തായാലും നല്ല മഴയും റെഡ് അലർട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നേരമംഗലം മുതൽ അടിമാലി വരെയും വഴി ബ്ലോക്കും ഗസ്റ്റുകൾ ഇല്ലാത്തതും എല്ലാം കൂടെ കൂടി ഇരിക്കുവാണ്. അപ്പൊ കിട്ടിയ തോർച്ചയ്ക്ക് എന്തെങ്കിലും ഒരു ആയാസപ്പെട്ട ഒരു പണി ആയിക്കോട്ടെ എന്ന് നമ്മളും വിചാരിച്ചു. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ മക്കളെ എന്ന് ഞാനും പറഞ്ഞു. എല്ലാവരും കൂടെ കൂടി മുള വെട്ടാൻ ഇറങ്ങുന്ന പരിപാടിയായിട്ടത്. നമ്മൾ കാച്ചിച്ച് കുടുംബം ചേർന്ന പുത്തൻ വാക്കത്തെയും കൊണ്ടൊക്കെ അത് ഒറ്റ കീന്തിന് കീന്തി പൊക്കൂടുന്നൊക്കെ കരുതി ഒരു വെട്ടം കൂടെ വെട്ടിയപ്പോഴത്തേക്കും 4-7 പീസായിട്ട് കീന്തി പോണ എങ്ങാട്ടേ കാണണേ. എത്ര മൂർച്ചയുള്ള വാക്കത്തേക്ക് എങ്ങനെ വെട്ടിയാലും ഈ വണ്ണം കൂടുതലായതുകൊണ്ട് വെട്ട് കൊള്ളനോടെ മാത്രം മുറിയും, ബാക്കിയുള്ളതോടെ ഇങ്ങനെ പപ്പടം പൊടിയണ വരെ ഞെരിഞ്ഞ് പൊടിഞ്ഞങ്ങോട്ട് പോവാന്ന്. പിന്നെ ഒരു വിധം അവിടെ കയറി നിന്ന് നമ്മുടെ ഹാൻഡ് റെയിലിലൊക്കെ ചവിട്ടി നിന്ന് കുറേശ്ശെ ഓരോ പീസുകളൊക്കെ ആയിട്ട് വെട്ടിച്ചാടിച്ച് ഷീറ്റിന്റെ മുകളിൽ നിന്ന് ഊർന്ന് തല്ലി അടിച്ച് താഴ്ത്തി ചാടി പൈപ്പ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഷീറ്റിന്റെ മുകളിൽ നിന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് വലിയൊരു കമ്പെടുത്ത് വട്ടം കൂടെ വച്ചേർന്നു കേട്ടോ. ഇല്ലെങ്കിൽ എന്നാ വെച്ചാലേ കീപ്പോട്ടേക്ക് ഒറ്റയടിക്ക് കീപ്പോട്ടേക്ക് വെട്ടി അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ താഴത്തുള്ള പൈപ്പും പൊട്ടും, കേബിളും പോവും, നമ്മുടെ ജീസർ അതിന്റെ പൈപ്പും പോവും. എന്തായാലും വാക്കത്തിയും കൊണ്ടുള്ള ഗുണം മനസ്സിലായത് വണ്ണം കുറഞ്ഞതും മൂപ്പ് കുറഞ്ഞതുമായിട്ടുള്ള മുളകൾ ഇതേപോലെ ഒരൊറ്റ കീന്തിന് കീന്തി പോയപ്പോഴാണ് മനസ്സിലായത് വാക്കത്തിയുടെ കുഴപ്പമല്ല, നമ്മൾ വെട്ടിയന്റെയും കുഴപ്പമല്ല, മുളയുടെ കുഴപ്പം കൊണ്ടാണ് ആദ്യത്തെ മുളകൾ ഇങ്ങനെ കീന്തി കീന്തി പോയെന്ന്. എന്തായാലും സംഗതി നമ്മുടെ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ നമുക്കൊരു സമാധാനമായിട്ടാ. അപ്പൊ അങ്ങനെ ഓരോന്നും ഒരേ അഡ്ജസ്റ്റ്മെന്റിൽ നിന്ന് ഏണി വെച്ച് കയറി നിന്ന് വെട്ടാനുള്ള സ്പേസോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നിന്നിട്ടുള്ള വെട്ടാറുന്നു കേട്ടോ. അങ്ങനെ ഓരോന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഷീറ്റേലും അപ്പുറത്തെ പറമ്പിലേക്കും ആയിട്ട് നമ്മൾ ഒരു കമ്പ് വട്ടം വെച്ചിട്ട് ആ കമ്പയിലേക്ക് വെട്ടിയിരുത്തിയിട്ടാണ് നേരെ കീബോർഡേക്ക് വെച്ചത്. ഇല്ലെങ്കിൽ താഴത്തുള്ള സാധനങ്ങളൊക്കെ ആകെ നഷ്ടൂല്ലേ. അപ്പൊ അങ്ങനെ അവിടെ വെട്ടിയിട്ടേക്കുന്ന ഓരോ പീസ് ഓരോ സാധനങ്ങൾ നമ്മൾ പയ്യെ ഇങ്ങനെ വെട്ടി മാറ്റി പിള്ളേര് അപ്പുറത്തേക്ക് കൊണ്ടുപോയി നേരെ താഴെയായിട്ട് കൊണ്ടുപോയി ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെ വെട്ടി ഇടാൻ എളുപ്പമായിരുന്നു. ആ വെട്ടി ഇട്ടേക്കുന്ന സാധനത്തിൽ നിന്ന് ഓരോ പീസ് കീബോർഡേക്ക് വലിച്ചു ഊരി എടുത്തിട്ട് നമുക്കത് ഓരോ പീസ് ചെറിയ പീസാക്കി വെട്ടി മുറിക്കലായിരുന്നു കേട്ടോ ടാസ്ക്. പിന്നെ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് ഇല്ല എന്നുള്ള പാറപ്പാടന്റെ ഒരു തിയറി. എന്തായാലും തോല് സംബന്ധിച്ച് പിന്നോട്ട് മാറാൻ നമ്മളില്ലാന്ന്. ഇതിന്റെ ഇടയ്ക്ക് എടുത്തു വരേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുളയെക്കോട് തരം പൊടിയുണ്ട്. സുബ്ഹാനല്ലാ, കയ്യേക്കോടെയും കാലയേക്കോടെയും ആവുമ്പോഴുള്ള ഒരു ചൊറിച്ചിലുണ്ട്. അങ്ങനെ എല്ലാം വെട്ടി മാറ്റി കഴിഞ്ഞ് ഊഞ്ഞാലയിൽ ഇരുന്ന് ചെറുതായിട്ടൊന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും പോയി ഒരു സ്പ്രൈറ്റും കുറച്ച് ചെറുപഴവും മേടിച്ചുകൊണ്ട് വന്നേറും. അങ്ങനെ അതെ പഴവും കുത്തി കെറ്റിച്ചേ പഴവും തിന്ന് സ്പ്രൈറ്റും കുടിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് പണികളെല്ലാം തീർത്ത് സെറ്റാക്കി നേരെ റൂമിലേക്ക് പോന്നു കേട്ടോ. പിള്ളേര് അവിടെ ഇവിടേക്ക് മാറി മറിഞ്ഞൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ നേരെ റൂമിൽ വന്ന് കുളിച്ച് റെഡിയായി നല്ല ചൂടൻ കഞ്ഞിയും ഉപ്പിലിട്ട മാങ്ങയും തേങ്ങയോടെ കൂടി അരച്ച ചമ്മന്തിയും പപ്പടം പൊരിച്ചു. ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച് തറന്നിട്ട് പറയുമ്പോഴും വായിൽ വെള്ളം വരുമോ. ഈ മഴയത്ത് ഇതിൽ കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്ന അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും വേറെ എന്താ ഐറ്റം ഉണ്ടളിയാ. അതാണ് നല്ല ചെറുപയറും തേങ്ങാ ചമ്മന്തി പപ്പടം കൂടെ കൂടി ഇട്ടിട്ട് സ്പൂണും കൊണ്ട് ഒരു ഫോർമാലിറ്റിക്ക് വീഡിയോ ഒക്കെ കാണിക്കാനൊക്കെ ആയിട്ട് വലിയ കാര്യമായിട്ടൊന്ന് ഇളക്കി കൂട്ടിയൊക്കെ ഒരു സ്പൂണൊക്കെ കോരി വായിൽ വച്ചു നോക്കിയിട്ട് ഈ പരിപാടി നമുക്ക് പറ്റൂലെന്ന്. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഇതാണ് നമ്മുടെ പരിപാടി. എല്ലാം കൂടെ കൂട്ടി കുഴച്ചങ്ങ് ഇട്ടിട്ട് അങ്ങോട്ട് വാരി കൂടിയിരിക്കണം. അതാണ് നമ്മുടെ പരിപാടി. അല്ല ചൂടൻ കഞ്ഞിയും ചമ്മന്തിയും പയറും എല്ലാം കൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ആ ഹാന്തസ്. അപ്പൊ ഏകദേശം ഇതൊക്കെയായിട്ട് ഇന്നത്തെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എത്രത്തോളം ഉണ്ടായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.